കരിഭൂതത്തിന്റെ കൂടത്തിൽ ഇനി ഡിസിപ്ലിൻ. കരിഭൂതം കൂട്ടിലുണ്ടോ എന്തോ? ദേ വരുന്നു. എല്ലാരും പോയി കൈയും കാലും മുഖവും കഴുകി അത്താഴം കഴിച്ച് മിണ്ടാതെ കിടന്നോണം. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷന്മാരെയൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഡാഡി ഞങ്ങളെയൊക്കെ കുറെ വിരട്ടി വളർത്തിയതല്ലേ, അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചന് വരുന്നത്. വല്യപ്പച്ചനല്ല, കരിമ്പൂതം. അതാണ് അവറ്റകൾ എനിക്കിട്ടിരിക്കുന്ന ഓമനപ്പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിപ്പിനെ കുസൃതി എന്നല്ല പറയേണ്ടത്, കുരുത്തക്കേടുന്ന. യുദ്ധം എങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് വടി പോലെ നിൽക്കും. കുറെ ഞാൻ സഹിച്ചു. ഇനി കൊച്ചുമക്കളാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ടോ ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റെസിഡന്റ് ഹക്സ്ലി സമ്മാനിച്ച ഇത് ഞാനിങ്ങ് എടുത്തു. ഇനി ഇവിടെ എന്നാ കുഴപ്പ വാളിന്റെ കഥ. വാ അവിടെ കേട്ടിട്ട് അയ്യർ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. എനിക്ക് ചിക്കനിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. വരൂ. ഇരിക്കൂ, ഞാൻ സ്പെക്സ് എടുത്തുണ്ട്. സോറി. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാം. ഡോണ്ട് വറി. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാൾ അതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ, മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സുഗന്ധമാണ്. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ
ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ആയി കിട്ടിയാൽ മതി. ഡോണ്ട് വറി. ഓടാടാ, നിക്കടാ അവിടെ. ആഭാസ, ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവൻ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവർ കൊടുത്താൽ മതി. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നു ഉണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000, എനിക്ക് 14,000, എനിക്ക് 25,000, ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ലോട്ടറി പിടിവിടറാ. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. വിടറാ. അതെ ശരിയാവും. ആ, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും. പിടിവിടറാ. എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ആ, ഓക്കെ. എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ. എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. ഓഹോ, കിട്ടിയത് 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും. ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ വേണം, ഇവിടെ വേണം. അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈനോട്ട്. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് തുടക്കമാണ്. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ. ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തുപോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. കാര്യം എന്താ പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണേ. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ വിഷമിട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയിലെ ഹോളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വേണ്ട. ആ, രാവിലെ ഒന്നും ഓർമ്മയില്ല. ഇന്ന് ആരും അറിയാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേലയുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ആ, ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? ഇവള് ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവള് ഇത് എവിടെ പോയി?
മാസത്തെ പട്ടി. ചുവന്ന സോക്സ്. ആരാ? ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം അച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ, സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല സാർ, ഞാൻ 8 മണിക്ക് നിർത്തണോ? പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കിയ. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി. വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കാം. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതാ ചെയ്യണ്ട. കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ, ബേബിച്ചാനാ? ആ, ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ച. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അല്ല, പിന്നെ അവള് വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ, ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ച ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭമുണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നേഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും.
കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്ത് ചെയ്യും? മണികണ്ഠൻ എന്നാ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്ക് എല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാറ്റക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്നെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. എ ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്താണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അച്ഛൻ അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലേ കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെയാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ. വേണ്ട, നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ട. നീ രക്ഷപ്പെട്ടാൽ നീ പഴിപ്പിച്ച പെണ്ണും വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. അച്ഛാ, പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. അച്ഛാ, ഞാൻ പറയും. നാട് നിങ്ങൾ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. കിട്ടിയാടോ? അയ്യോ, എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മക്കളെ. താൻ മേടിച്ചില്ല അല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കുടം കയറ്റിയാലേ ശരിയാവും. അയ്യോ, ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചു തന്നതെന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്കത് തന്നൂന്ന് താൻ ആരോടും പറയരുത്. ഇല്ല. ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നിന്നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പഷ്ണിയായി പോകും. അസത്തുക്കള് ആരെ കൊല്ലാൻ പോവുകയാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ. ശരി ശരി ശരി, നമ്മളമ്മ ഒരു പണക്കമില്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താം. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൾ ഊരിത്തരണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല. ഭാര്യാകാമുകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചീഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അങ്ങനെ. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, ഈ ബില്ലൊന്നും. ഐ എം സോറി, ഐ ഫർഗോട്ട്.
Wait a minute. Okay, here it is. Thank you. Well, discipline, some stuff. Okay. Cheers. Cheers. ഉണ്ണുണ്ണി എന്ന് പറഞ്ഞൊരാളുണ്ട്. ചോദിച്ചറിയാം, ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് സമ്മതിക്കൂലേ അവനൊക്കെ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ കർത്താവേ, വണ്ടി ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. അണ്ണാ, അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളെ ഒന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെന്നാ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണേ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കത്തരം? ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ, അത് സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേടി? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വീട് വിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരുന്ന നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെയും തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ? ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാ വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പസ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര, അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ വളരരുത്. അടുക്കളക്കാരൻ നോക്കിയാൽ മതി. കുടുംബാരിത്തിൽ നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന.
ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ കർത്താവേ. അതേത് കർത്താവാണ്? ദേ, അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ അത്? പിള്ളേർ ആവശ്യമില്ലാത്ത പോലെ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജേ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന്. കഴുത, മല കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി, ഞാൻ ഇവനെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നത്. 5 വർഷം ഞാൻ ടെലഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലഗ്രാം അടിച്ചടാ. ഇറങ്ങടാ വെളിയിൽ, ബ്ലഡി ഫ്രോഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാനും നീനും ഒരു കാലം പറ്റുന്നത്. എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവർ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ലോ. ഒരു കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി. ഞാൻ ഇന്നിവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു.